S-400 വെറും 20 മിനിറ്റിൽ നശിപ്പിച്ചുവെന്ന് ഒരു വിഭാഗം പറയുന്നു. ഒരു വിഭാഗം എന്ന് പറയാൻ കഴിയില്ല, ഒരു രാജ്യം ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. S-400 20 മിനിറ്റിൽ നശിപ്പിച്ചോ? അങ്ങനെയാണെങ്കിൽ ഉക്രൈൻ റഷ്യയുടെ റഡാർസിനെ ന്യൂട്രലൈസ് ചെയ്തോ? ഇല്ല. S-400 ഉപയോഗിക്കുന്നത് തന്നെ ലിമിറ്റഡ് കൺട്രീസ് ആണ്. അപ്പോൾ ഉക്രൈൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തുർക്കി, അവരുടെ പക്കലുള്ള റഡാർസ് അവർ വിൽക്കാൻ പോകുന്നു എന്നൊക്കെ പറയുന്നു. അങ്ങനെയുള്ള ചില വാർത്തകൾ പുറത്തു വന്നു. അങ്ങനെയാണെങ്കിൽ ചൈനയുടെ റഡാർ തൈവാൻ നശിപ്പിച്ചോ? അവർക്കുള്ളിൽ പ്രശ്നമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ആരാണ് ഈ സംഭവം ചെയ്തത്? ഇത്ര വലിയൊരു ക്ലെയിം ആര് നടത്തി എന്നൊക്കെ ചോദിച്ചാൽ അത് മറ്റാരുമല്ല, നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാനാണ്. ഈ അടുത്തിടെ ഓപ്പറേഷൻ സിന്ധൂർ സംഭവിച്ചല്ലോ. ആ ഒരു സമയത്ത് വെറും 20 മിനിറ്റിനുള്ളിൽ 2 S-400 റഡാർ, 3 ലോഞ്ചറുകളെ ഞങ്ങൾ നശിപ്പിച്ചു. ഞങ്ങളുടെ കൈവശമുള്ള ഒരു ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ച് ഞങ്ങൾ അതിനെ നശിപ്പിച്ചത് മാത്രമല്ല, ഇത് ഇന്ത്യയുടെ ചീഫ് സ്റ്റാഫ്സ് തന്നെ കൺഫേം ചെയ്തു എന്ന വാർത്തയും പുറത്തുവിട്ടു. സത്യത്തിൽ ഇത് വിശ്വസിക്കാനേ സാധിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ ഒരു വാർത്ത വന്നല്ലോ എന്ന് ഇതിനെക്കുറിച്ച് തിരയുമ്പോഴാണ് ഇതിനകം എടുത്ത വീഡിയോസൊക്കെ AI ഉപയോഗിച്ച് വെട്ടി ഒട്ടിച്ച് അവരെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്തിട്ട് ഇങ്ങനെയുള്ള ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ അവർ തന്നെ തിരയുകയാണ്. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് ഇതിനേക്കാൾ മേജറായി മറ്റൊരു കാര്യവും അവർ ചെയ്തിട്ടുണ്ട്. ഇന്ത്യ സാറ്റലൈറ്റ്സിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒക്കെ നൽകിയിട്ടുണ്ടല്ലോ. അതിനാൽ അവരുടെ ബേസസിൽ ഉണ്ടാകുന്ന ഡാമേജസ് ഞങ്ങളെ കൊണ്ട് ക്യാപ്ചർ ചെയ്യാൻ കഴിയുന്നില്ല എന്നൊരു കാര്യം പറഞ്ഞു. ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. പാകിസ്ഥാൻ എയർഫോഴ്സിന്റെ വിംഗ് കമാൻഡർ ഹമ്മദ് ഇബ്നി മസൂദ്, ഇദ്ദേഹം അടുത്തിടെ ഒരു വീഡിയോ ഷെയർ ചെയ്തു. എന്നിട്ടൊരു വാർത്തയും പറഞ്ഞു. നോക്കുക, നിങ്ങൾ ഓപ്പറേഷൻ സിന്ധൂർ കാലത്ത് പാകിസ്ഥാൻ എയർഫോഴ്സിനെ വളരെ താഴ്ത്തി കണ്ടു. ഞങ്ങൾ ചെയ്തൊരു ആക്രമണം ഇവിടെ ഇന്ത്യ തന്നെ അക്നോളജ് ചെയ്തു എന്നൊരു വാർത്ത പറഞ്ഞു. സത്യത്തിൽ അവർ പുറത്തുവിട്ട ആ വീഡിയോയിൽ എന്താണ് ഉള്ളത്? അദ്ദേഹം ഷെയർ ചെയ്ത വീഡിയോയിൽ അദ്ദേഹം പറയുന്ന തരത്തിൽ അങ്ങനെ എന്താണ് ഉള്ളത് എന്ന് നോക്കിയാൽ നമ്മൾ ഇന്ത്യൻ സൈന്യത്തിന്റെ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി സംസാരിച്ച ഒരു വീഡിയോ ആയിരുന്നു. ആ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞത് ഓപ്പറേഷൻ സിന്ധൂർ ടൈമിൽ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിച്ചു. ഇതിൽ ഇന്ത്യക്കുണ്ടായ പ്രശ്നങ്ങളെക്കാൾ പാകിസ്ഥാൻ ഒരുപാട് പ്രശ്നമുണ്ടായി എന്ന രീതിയിൽ ആക്ച്വൽ ഫൂട്ടേജിലുണ്ടായിരുന്നു. എന്നാൽ ഇവരിപ്പോൾ ആ ആക്ച്വൽ ഫൂട്ടേജിനെ ചെയ്തിരിക്കുന്നത് വോയിസ് എല്ലാം AI ഉപയോഗിച്ച് മോഡിഫൈ ചെയ്യാനൊക്കെ സാധിക്കുമല്ലോ. മോഡുലേഷൻസ് ഒക്കെ നമുക്ക് ആര് സംസാരിക്കുന്ന രീതിയിൽ വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും. അതുപോലെ ഇവർ ചെയ്തത് അദ്ദേഹം സംസാരിച്ചതിനെ കട്ട് ചെയ്ത് ആ ഒരു വോയിസിനെ ഓൾട്ടർ ചെയ്ത് മോഡുലേറ്റ് ചെയ്ത് അധംപൂർ എയർബേസിൽ പാകിസ്ഥാൻ നടത്തിയ സ്ട്രൈക്കിൽ 2 S-400 റഡാറുകൾ, 3 ലോഞ്ചറുകളെയും നശിപ്പിച്ചു, അല്ലെങ്കിൽ ഇന്ത്യ അത് നഷ്ടപ്പെടുത്തി എന്നൊരു വാർത്ത പുറത്തുവിട്ടു എന്നുള്ളതൊരു പ്രശ്നമല്ല. ഇപ്പോൾ ഒരുപാട് AI ജനറേറ്റഡ് കണ്ടന്റ്സ് ഉണ്ട്. എന്നാൽ അത് വെരിഫൈ ചെയ്യേണ്ടത് ഒരു കടമയാണ്. അതും നിങ്ങളൊരു പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു വിംഗ് കമാൻഡർ സ്ഥാനത്താണ് നിങ്ങൾ ഉള്ളതെങ്കിൽ അതിനനുസരിച്ചതുപോലെ നിങ്ങളുടെ പ്രവൃത്തികൾ ഉണ്ടാകണം. എന്നാൽ ഇവിടെ ചെയ്തത് അദ്ദേഹം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തു, എന്നിട്ട് ഞങ്ങൾ ആക്രമിച്ചതൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? നോക്കുക, ഇത് ഇന്ത്യ തന്നെ സമ്മതിച്ചിട്ടുണ്ട്, ഇന്ത്യയുടെ ചീഫ് സ്റ്റാഫ് തന്നെ സമ്മതിച്ചു എന്നൊക്കെ പറഞ്ഞ് റീഷെയർ ചെയ്തു. ഇവിടെയാണൊരു പ്രശ്നം തന്നെ ആരംഭിച്ചത്. എന്താണെന്ന് ചോദിച്ചാൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പ്രൊപ്പഗണ്ട വാറിനും അവർക്കും വലിയൊരു ബന്ധം തന്നെയുണ്ട്. അപ്പോൾ ഇവരിങ്ങനെയൊക്കെ ഒന്നും ചെയ്യില്ല എന്ന് പറയാനേ സാധിക്കില്ല. കാരണം ഓപ്പറേഷൻ സിന്ധു ടൈമിൽ ഇതിനകം തന്നെ ചൈനീസ് സൈന്യം എടുത്ത ഫോട്ടോ എടുത്ത് അതിനെ പ്രസന്റ് ചെയ്തിരുന്നു. പ്രധാനമന്ത്രിക്ക് പോലും അതിനെ ഗിഫ്റ്റ് ചെയ്തിട്ട്, നോക്കുക, ഓപ്പറേഷൻ സിന്ധൂറിൽ ഞങ്ങൾ ഇങ്ങനെയെല്ലാം ഇന്ത്യക്കെതിരെ ഇങ്ങനെയെല്ലാം ചെയ്തു, ഓപ്പറേഷൻ സിന്ധൂർ ഇന്ത്യ ലോഞ്ച് ചെയ്തപ്പോൾ അവർക്കെതിരെ നമ്മൾ പ്രത്യാക്രമണം നടത്താൻ ഇങ്ങനെയെല്ലാം ചെയ്തു എന്നൊക്കെ കാണിച്ചു കൊടുത്തു. പക്ഷേ സത്യത്തിൽ അധംപൂർ ബേസിൽ നമുക്ക് യാതൊരു നഷ്ടവും സംഭവിച്ചില്ലായിരുന്നു. ആ ഒരു ബേസ് മാത്രമല്ല, ഇപ്പോൾ ഇന്ത്യയുടെ പക്കലുള്ള സ്ക്വാഡ്രൺസ് S-400 3 സ്ക്വാഡ്രൺ ഉണ്ട്. അത് നമ്മൾ ഇത്രയും കാലം വലുതായി എവിടെയും എക്സ്പോസ് ചെയ്തിട്ടില്ല. ഒരു എക്സസൈസ് സംഭവിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ലൈവ് ഫയറിങ്ങിന് വേണ്ടി ഉപയോഗിക്കും. എന്നിട്ട് തിരികെ വീണ്ടും അതിൻ്റെ ഹോം ബേസ് എവിടെയാണോ അവിടെ കൊണ്ടുപോയി വയ്ക്കും. ഇപ്പോൾ ഈ 3 S-400-ൽ 2 S-400-നെ വെസ്റ്റേൺ ഫ്രണ്ടിൽ നിർത്തി വെച്ചിരിക്കുന്നു. ഇതാണ് നമുക്കറിയാവുന്ന ഒരു വാർത്ത. എന്നാൽ ഓപ്പറേഷൻ സിന്ധൂറിൽ ചെയ്തത് S-400-നെ നമ്മൾ ഏത് റീജിയണിലാണോ ഡെപ്ലോയ് ചെയ്ത് വച്ചിട്ടുള്ളത് എന്ന് കാണിച്ചു കൊടുത്തു. സത്യത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് പാകിസ്ഥാന് ലഭിച്ച ഒരു പ്രധാനപ്പെട്ട ഇന്റൽ ഇൻപുട്ടാണ്. ഇവർ നമ്മുടെ പഞ്ചാബ് പ്രദേശത്ത് ആക്രമിക്കുമ്പോഴും കാശ്മീർ പ്രദേശത്ത് ആക്രമണം നടത്തുമ്പോഴും S-400 ശരിയായി തന്നെ പ്രവർത്തിച്ചു. അധംപൂർ എയർബേസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഫ്രണ്ട് ലൈൻ സ്ട്രാറ്റജിയിൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്.
ഇവിടെ പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്നും 100 കിലോമീറ്റർ അകലെയാണ് ഈ ഒരു പ്രദേശമുള്ളത്. 1965 യുദ്ധം, ഇതിനു മുൻപ് പാകിസ്ഥാൻ എന്തെല്ലാം പ്രശ്നങ്ങളാണോ ചെയ്തിട്ടുള്ളത്, അപ്പോഴൊക്കെ നമ്മുടെ സെക്യൂരിറ്റിയെ പാകിസ്ഥാനെ കൊണ്ട് ബ്രേക്ക് ചെയ്യാനേ സാധിച്ചിട്ടില്ല. അത്രത്തോളം ഇന്ത്യയുടെ ഫോർട്ടായി അത് പ്രവർത്തിക്കുകയാണ്. അവരെ കൊണ്ട് തൊടാൻ കഴിയാത്ത ഒരു കോട്ടയായി അത് പ്രവർത്തിക്കുകയാണ്. ശരി, ഇവർ പറഞ്ഞ കാര്യം ഇവിടെ മാറ്റിവെക്കാം. അടുത്തത്, ഈ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനും ഇതിനും എന്താണ് ബന്ധം? ഇന്ത്യയുടെ ഭാഗത്ത് യാതൊരു ബേസിലും ആക്രമണം നടന്നില്ലേ? ശരിക്കും ഇന്ത്യ സാറ്റലൈറ്റ്സിനെ ഹാക്ക് ചെയ്തിട്ടുണ്ടോ? ഇത് സംബന്ധിക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ മറച്ചു വയ്ക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനെ ആരെ കൊണ്ടും ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ഒരു കാര്യം നന്നായി മനസ്സിലാക്കുക, ഇപ്പോൾ നമ്മുടെ തലയ്ക്ക് മുകളിൽ ആയിരക്കണക്കിന് സാറ്റലൈറ്റ്സ് പറന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ ഇന്ത്യയുടെ സാറ്റലൈറ്റ്സ് മാത്രമല്ല, ഇന്ത്യയുടെ ഉണ്ട്, ചൈനയുടേതുണ്ട്, അമേരിക്കയുടേതുണ്ട്, പാകിസ്ഥാന്റെ ചില സാറ്റലൈറ്റ്സ് ഉണ്ട്. ഇങ്ങനെ പല രാജ്യങ്ങളുടെ കണ്ണുകൾ നമ്മുടെ തലയ്ക്ക് മുകളിൽ പറക്കുകയാണ്. ഇവിടെ പാകിസ്ഥാന്റെ ഒരു അവകാശവാദം, ഞങ്ങൾ ഇന്ത്യ ചെയ്ത സ്ട്രൈക്കിന്, അതായത് നമ്മൾ അവരുടെ ഒരു 9 എയർബേസിനെ ആക്രമിച്ചല്ലോ, ഈ ലാഹോറിലുണ്ടായിരുന്ന HQ-9 എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ റഡാർ യൂണിറ്റിനെ പൂർണ്ണമായി നശിപ്പിച്ചു. അതിനാൽ അവർക്കിപ്പോൾ മറ്റു മാർഗം ഇല്ല. ഇതൊക്കെ എല്ലാ യുദ്ധത്തിലും സംഭവിക്കുന്നതാണ്. ഒരു രാജ്യം ഒഫൻസീവ് ഓപ്പറേഷനിൽ ശത്രുക്കളുടെ ടെറിട്ടറിക്കുള്ളിലേക്ക് കടന്ന് അവിടെ ഒരുപാട് നഷ്ടം വരുത്തുകയാണെങ്കിൽ ഒരു നെയിം സേക്കിന് വേണ്ടി ഫോൾസ് ഓപ്പറേഷൻ ചെയ്യും. വെറുതെ ഇവിടെ നിന്നും ഫൈറ്റ് ജെറ്റ്സിനെയൊക്കെ അയച്ച് അവിടെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ചില ബോംബ്സിനെ എറിയുകയും ഞങ്ങൾ ഇത് ചെയ്തു അത് ചെയ്തു എന്നൊക്കെ ഒരു ഗെയിം നടത്തും. അതാണ് ഇപ്പോൾ പാകിസ്ഥാനും ചെയ്യുന്നത്. അവർ പറഞ്ഞതുപോലെ നമുക്കുണ്ട് സാറ്റലൈറ്റ് ഇമേജസിനെ സെൻസർ ചെയ്യാൻ കഴിയില്ല. ഇവിടെയുള്ള മാധ്യമങ്ങൾക്ക് റെസ്ട്രിക്ഷൻസ് ഉള്ളതുപോലെ ഈ സാറ്റലൈറ്റ് ഇമേജറി അല്ലെങ്കിൽ സാറ്റലൈറ്റ് വഴി ഡാറ്റാസ് നമുക്ക് റെസ്ട്രിക്ട് ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ മാക്സ് ടെക്നോളജീസ് ഒക്കെ റഷ്യയുടെ എയർബേസിന് ഇഞ്ച് ബൈ ഇഞ്ചായി എടുത്തു നൽകും. അങ്ങനെയുള്ള ഏതൊരു ചിത്രത്തിൽ പോലും, അതായത് അതേ മാക്സ് ടെക്നോളജീസ് ലാബിൽ പോലും ഏതൊരു ഫോട്ടോയിൽ പോലും ഇന്ത്യയിൽ അറ്റാക്ക് നടന്നതായി അല്ലെങ്കിൽ ഇന്ത്യയുടെ എയർബേസിൽ ഇത്തരമൊരു ആക്രമണം നടത്തി ഇത്രയേറെ ഡാമേജ് സംഭവിച്ചു എന്ന് പ്രൂവ് ചെയ്യുന്ന രീതിയിൽ ഒരു ഇമേജ് പോലും ലഭിച്ചിട്ടില്ല. സത്യത്തിൽ പാകിസ്ഥാൻ ഇവിടെ വേണ്ടത് അവരുടെ ഭാഗത്തുള്ള തെറ്റുകളെല്ലാം മൂടി മറയ്ക്കണം. അവർക്ക് ലഭിച്ച ഒരു വലിയ ഇടി എങ്ങനെയെങ്കിലും അവിടെ മൂടി മറയ്ക്കാനായി എന്തൊക്കെ വാർത്തകൾ പുറത്തുവിടാൻ കഴിയുമോ അതെല്ലാം ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഏതെല്ലാം തരത്തിൽ അവർക്ക് അവരുടെ അഭിമാനം രക്ഷിക്കാൻ കഴിയുമോ അതെല്ലാം ചെയ്യുന്നുണ്ട്. അതിൽ ഒന്നാണ് ഈ സാറ്റലൈറ്റ്സിനെ കുറിച്ചുള്ള പ്രൊപ്പഗണ്ട. മറ്റൊന്ന് നമ്മുടെ ചീഫ് സ്റ്റാഫ് സംസാരിച്ചതായി പുറത്തുവിട്ട ഫേക്ക് വീഡിയോ. എന്നാൽ ഇതിൽ ഈ പാകിസ്ഥാൻ ചെയ്യുന്നതിൽ ചൈനയ്ക്കും ഒരുപാട് പങ്കുണ്ട്. ഞാൻ മാത്രം ഒറ്റയ്ക്ക് സംസാരിച്ചാൽ അവിടെ ശരിയാകില്ല, അല്ലെങ്കിൽ പ്രശ്നമാകും. നീയും എനിക്ക് സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതിന് വേണ്ടി സിയോങ് ന്യൂസ് നെറ്റ് എന്നൊരു മാധ്യമം ചൈനയിലുണ്ട്. അവരിപ്പോൾ ചെയ്യുന്നത് പാകിസ്ഥാൻ പറയുന്ന ഓരോ വാർത്തകളും ചൈനയിൽ ഒരു വലിയ വാർത്തയെ പുറത്തുവിടുകയാണ്. ഈ 2 രാജ്യങ്ങളിലെ മാധ്യമ നെറ്റ്വർക്കും ചേർന്ന് ഒരു ഭാഗത്ത് ഒരാൾ സംസാരിക്കുമ്പോൾ മറ്റൊരാൾ അതിനെ തൂക്കിയെടുത്ത് വീണ്ടും അവിടെ സംസാരിക്കുന്നു. പറയുന്ന ഈ വാർത്തകളൊന്ന് വെരിഫൈ ചെയ്ത് നോക്കുന്നു പോലും ഇല്ല. ഇങ്ങനെ നശിപ്പിക്കപ്പെടാത്തൊരു S-400 യൂണിറ്റ് നശിപ്പിച്ചു എന്നും പറഞ്ഞു. അതും ഒന്നല്ല, 2 റഡാർ യൂണിറ്റ്സ്, 3 മിസൈൽ ലോഞ്ചേഴ്സിനെ നശിപ്പിച്ചു എന്ന് ഈ 2 വിഭാഗവും ഇങ്ങനെ വാർത്തകൾ പുറത്തുവിട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സൈഡിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ചോദിച്ചാൽ നമ്മുടെ സൈഡിലും ഒരുപാട് വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതിൽ പ്രധാനമായും കറാച്ചി പോർട്ടിനെ ആക്രമിച്ചു എന്ന വാർത്ത. അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല. പക്ഷെ ആ ഒരു സമയത്തൊരു ഫോൾസ് നറേറ്റീവായി അത് നടന്നു, ഒരു മിസ്ഇൻഫർമേഷൻ ക്യാമ്പയിനായി അത് സംഭവിച്ചു. പക്ഷെ അത് വെരിഫൈ ചെയ്യുകയും ആ ഒരു പ്രശ്നം അതോടുകൂടി അവസാനിക്കുകയും ചെയ്തു. എന്നാൽ ഇവരിപ്പോഴും ആക്രമിക്കാത്തൊരു ബേസിനെ ആക്രമിച്ചുവെന്ന് പറയുന്നു. പക്ഷെ നമ്മൾ ചെയ്ത സ്ട്രൈക്കിനൊക്കെ ഇവിടെ തെളിവുകളുണ്ട്. 9 ബേസിനെ ആക്രമിച്ചു, 20% അവരുടെ എയർഫോഴ്സ് ക്യാപ്പബിലിറ്റി നമ്മൾ കുറച്ചു. മാത്രമല്ല ഇവിടെ ഈ S-400 അവർ പ്രധാനമായും ഇങ്ങനെ ഡിഗ്രേഡ് ചെയ്യാനുള്ള കാരണം, അല്ലെങ്കിൽ അതിനെ തന്നെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യാനുള്ള ഒരു കാരണം, S-400 പാകിസ്ഥാന് കൊടുത്ത അടി എന്നത് വലിയൊരു അടി തന്നെയായിരുന്നു. അവർക്ക് മറക്കാനാകാത്തൊരു തിരിച്ചടിയായത് മാറി. മൊത്തം 5 ഫൈറ്റ് ജെറ്റിനെ നഷ്ടപ്പെടുത്തി. ഈ S-400 സ്ട്രൈക്കിൽ മൊത്തം 5 ഫൈറ്റ് ജെറ്റാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. കൂടാതെ ഒരു AWACS, വീണ്ടും ഗ്രൗണ്ട് സ്ട്രൈക്ക് നമ്മൾ ചെയ്തു. S-400 ഗ്രൗണ്ട് സ്ട്രൈക്കിന് ഉപയോഗിക്കാൻ കഴിയും. അങ്ങനെ ബ്രഹ്മോസ് ഉപയോഗിച്ച് എയർബേസിനെ ആക്രമിച്ചു. അതിൽ 2 ഫൈറ്റ് ജെറ്റ് ലോസായി. ഇങ്ങനെ ഒരുപാട് നഷ്ടം S-400 കാരണം അവർക്ക് സംഭവിച്ചിട്ടുള്ളത് കൊണ്ട് ആ ഒരു S-400 പേര് നശിപ്പിക്കാൻ അവരെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യുകയാണ്. ശരി, ഈ ഒരു സ്ട്രൈക്കിൽ ഒരു മിസൈൽ അവർ ഉപയോഗിച്ചല്ലോ, അതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഇല്ലേ? പാകിസ്ഥാൻ ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല എന്ന് ചോദിച്ചാൽ അതിനെ അവരിപ്പോൾ വാഴ്ത്തി പാടുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ അഗ്നി ബ്രഹ്മോസിനെയൊക്കെ നമ്മൾ എത്രത്തോളം വലുതായാണോ സംസാരിക്കുന്നത് അതുപോലെയാണ് പാകിസ്ഥാൻ ആ മിസൈലിനെ കാണുന്നത്. അത് ഏത് മിസൈലാണെന്ന് ചോദിച്ചാൽ CM-400 AKG, ചൈനയുടെ ഒരു ഹൈപ്പർസോണിക് സ്പീഡിൽ ട്രാവൽ ചെയ്യുന്ന ഒരു ആന്റി ഷിപ്പ് മിസൈലാണ്. ക്വാസി ബാലിസ്റ്റിക് ട്രജക്ടറി ഫോളോ ചെയ്യുന്ന ഒരു എയർ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈലാണ്. ഇതിന്റെ മാക്സിമം സ്പീഡ് എന്നത് മാക് 4 മുതൽ 5 വരെ ട്രാവൽ ചെയ്യും. സോളിഡ് പ്രൊപ്പലന്റ് ബൂസ്റ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു ക്രൂയിസ് മിസൈൽ അല്ല, എയർ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈലാണ്. ഇതിന് ലോവർ റഡാർ ഒബ്സർവബിലിറ്റി ഉണ്ട്. ഇതിന്റെ ആക്യുറസി കൂടുതലാണ്.
ഇങ്ങനെ പാകിസ്ഥാൻ ഒരുപാട് ക്ലെയിം നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെ ഒരു 3 മിസൈൽ നമ്മൾ ഇന്റർസെപ്റ്റ് ചെയ്തു. മാത്രവുമല്ല പാകിസ്ഥാന്റെ മോസ്റ്റ് പ്രീഷ്യസ് വെപ്പൺ സിസ്റ്റമായ ഫട്ട മിസൈൽസ് അതിനെ നമ്മൾ ഡിഫെൻഡ് ചെയ്തു. ഇത്രത്തോളം തിരിച്ചടി അവർക്ക് നൽകുമ്പോൾ അതിനെ കൈകാര്യം ചെയ്യാൻ അവരെന്തെല്ലാമാണോ ചെയ്യുന്നത് അതെല്ലാം ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിൽ രസകരമായൊരു കാര്യം, ഇത്രയും ടോപ്പ് പൊസിഷനിലുള്ള ഒരു ഓഫീസർ ഒരു ഫേക്ക് വീഡിയോ കണ്ടപ്പോൾ അത് എടുത്ത് ഷെയർ ചെയ്ത് ഇത് ഞങ്ങൾ ചെയ്തു എന്നൊക്കെ പറയുന്നത് വളരെ തമാശയായി തന്നെ തോന്നുന്നുണ്ട്. ഒരു യുദ്ധം സംഭവിക്കുമ്പോൾ 2 സൈഡിലും മിസ്ഇൻഫർമേഷൻ ക്യാമ്പയിൻസ് ഒക്കെ സംഭവിക്കും. എന്നാൽ അതിലും ഒരു വെരിഫിക്കേഷൻസ് ഒക്കെ ചെയ്യും. അതും ഒരു രാജ്യത്തിന്റെ സൈനിക അധികാരി, പ്രധാനപ്പെട്ട പൊസിഷനിലുള്ളവർ ഇല്ലാത്ത ഒരു കാര്യത്തെ ഉണ്ടെന്നും പറഞ്ഞ് ഫേക്കായ ഇൻഫർമേഷൻസ് നൽകുകയാണ്. ഇതൊക്കെ പാകിസ്ഥാനിൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ. ഇതുപോലെ ചില ദിവസങ്ങൾക്ക് മുൻപ് ട്വിറ്ററിൽ ഒരു പ്രശ്നം ഇതുപോലെ പോയായിരുന്നു. ഈ കാർഗിൽ വാർ സെലിബ്രേഷൻ അത് സംബന്ധിക്കുന്ന ചില വാർത്തകൾ വന്നപ്പോഴെല്ലാം എപ്പോഴും ട്വിറ്ററിൽ ഒരു വലിയ പ്രതിഷേധം തന്നെ സംഭവിക്കും. ഞങ്ങൾ ഇത് ചെയ്തു, ഞങ്ങൾ അത് ചെയ്തു എന്നൊക്കെ. അതിൽ പാകിസ്ഥാന്റെ ചില മീഡിയ നെറ്റ്വർക്ക്സ് അവർ ചെയ്തൊരു കാര്യം, 1971 വാർ സംഭവിച്ചല്ലോ, ആ ഒരു യുദ്ധത്തിൽ പാകിസ്ഥാൻ ജയിച്ചതായാണ് അവർ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഇത് എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുമെന്നേ അറിയില്ല. അവരുടെ വാർത്താ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വാർത്തകൾ എങ്ങനെയാണെന്ന് അറിയണ്ടേ? ഇന്ത്യ സറണ്ടർ പാകിസ്ഥാൻ എന്നാണ്. അതായത് ഇന്ത്യ പാകിസ്ഥാന്റെ പക്കൽ കീഴടങ്ങിയതുപോലുള്ള വാർത്തകളാണ് പുറത്തുവിട്ടത്. അത് ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക് ഒന്നും അല്ല. വാർത്ത വായിക്കുമ്പോൾ പാകിസ്ഥാനിലുള്ളവർക്ക് പാകിസ്ഥാൻ കീഴടങ്ങിയതുപോലെ തോന്നില്ല. ഇവിടെ പെട്ടെന്ന് ആ വാർത്ത നോക്കുമ്പോൾ ഇന്ത്യ അവിടെ പരാജയപ്പെട്ടതുപോലെ, ഇന്ത്യ പാകിസ്ഥാന് മുൻപിൽ സറണ്ടർ ആയതുപോലെയാണ് തോന്നുക. നന്നായി വിദ്യാഭ്യാസമുള്ളവർ, അറിവുള്ളവർ, ചരിത്രം പഠിച്ചവർ പോലും ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അവർ എങ്ങനെ ഒരു അവസ്ഥയിലാണ്, എങ്ങനെ ഒരു മെന്റാലിറ്റിയിലാണെന്ന് മനസ്സിലാക്കുക. 1971 വാറിൽ ജയിച്ചത് അവരെന്നാണ് ഇപ്പോഴും വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു കൂട്ടം തന്നെയുണ്ട്. കൂട്ടമെന്ന് പറയാൻ സാധിക്കില്ല. ഭൂരിഭാഗം ജനങ്ങൾക്കും അങ്ങനെയാണ് എഡ്യൂക്കേഷൻ അവർ നൽകുന്നത്, വാർത്തകൾ നൽകുന്നത്. അത്ര വലിയ സറണ്ടറിനെ തന്നെ മറിച്ച് ഒരു വലിയ ജനറേഷനെ തന്നെ സൃഷ്ടിക്കാൻ കഴിയുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു ലോസ് ഒക്കെ അവർക്ക് മൂടി മറയ്ക്കാൻ അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്ത് മറ്റൊരു രീതിയിലേക്ക് മാറ്റാൻ വളരെ എളുപ്പമായിരിക്കും. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് വിക്കി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.